അർജുൻ്റെ വന്നിട്ട് ബോഡി വന്നിട്ട് എത്ര ദിവസമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നു? എന്ന് പറയുന്നത് 11 ദിവസം കഴിഞ്ഞു അല്ലേ? ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക, അതാണ് ഇവിടെ നോക്കിയത്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അത് വന്നിട്ട് ഓരോ ദിവസം വന്നിട്ട് ഡെയിലി വന്നിട്ട് കാണിക്കുന്നുണ്ട് ശക്തമായ മഴ, അടിയൊഴുക്ക്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും വലിയ ഉദ്യോഗസ്ഥരുള്ള സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാലോചിച്ച് നോക്കിയോ. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ടീം പോയിട്ടുണ്ടായിരുന്നു, അവിടെ പോയിട്ട് രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിൽ പോയപ്പോൾ എന്താ പറഞ്ഞാൽ അവർ ഗവൺമെൻറ് അലൗഡല്ല, അവരിറക്കത്തില്ല. അവരിറക്കിയിരുന്നുണ്ടെങ്കിൽ അവർ ചാടിയാണ്. ഭയങ്കരമായിട്ടുള്ള ഡൈവേഴ്സും കാര്യങ്ങളെല്ലാം അത് കൊള്ളയാണ്. പക്ഷെ അവർക്ക് പോലും പറ്റിയിട്ടില്ല. പക്ഷെ നമ്മളാണെങ്കിലും പോയി ആൾക്കാർ പോയി, പക്ഷേ സമ്മതിച്ചില്ല. നമ്മളെ നോക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ ഒരു കയറിയിട്ട് ചാടും അല്ലേ, തപ്പും. ചിലപ്പോൾ ആ ഡിസ്റ്റൻസ് അവിടെ കിട്ടിയിട്ട് ചിലപ്പോൾ മാക്സിമം കയറി വന്നിട്ട് ഇവിടെ താരുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. എന്താണ്, ആരെ അടുപ്പിക്കത്തില്ല, ആരെ ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഒന്നുമില്ല. വീഡിയോയിൽ നോക്കുമ്പോൾ വീഡിയോയിൽ വന്നിട്ട് ഒഴുക്ക്, അടിയൊഴുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, ഇപ്പം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ 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 എല്ലാം വേറെ കാണുന്നുണ്ടോ. ലാസ്റ്റ് ദിവസം ഒന്നും കാണുന്നില്ല. ആരെ കുറ്റം പറയുന്നില്ല. ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ട്. പക്ഷെ വീട്ടുകാരുടെ അവസ്ഥ എന്നറിച്ചു. നാളെ എനിക്ക് നിങ്ങൾക്കുവാണെങ്കിൽ ഒരവസ്ഥ എന്നുള്ള അവസ്ഥ വെച്ചു. വേറൊന്നുമല്ല, എനിക്ക് ഈ ഒരു കാരണത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. അവരൊറ്റ കാരണമാണ് ഞാൻ ആദ്യമായിട്ട് ലൈവിൽ വരുന്നത്. കാരണം ഇതുവരെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടില്ല, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ലൈവിൽ പറഞ്ഞാൽ സംസാരിക്കണം തോന്നി. വേറെ ആടെ സംസാരിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും കാണണം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയണം. എനിക്ക് നിങ്ങളുടെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാടുകയില്ലയോ വെള്ളത്തിൽ പറയും. ചിലപ്പോൾ നാളെ എന്താ പറയുക, നമ്മൾ ചാടും. നാളെ ചിലപ്പോൾ അതൊരു ചരിത്രമാവാം. ചാവിട്ടോ, ഒരാളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരാളെ വന്നിട്ട് എന്താ പറയുക എടുക്കാനോ ഒന്ന് വിചാരിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ കൂടെ ഞാൻ ന്യൂസ് നോക്കുക, ഡ്രോൺ പരിശോധന നിർത്തി, മഴ വെല്ലുവിളി, തിരൂരിൽ കനത്ത മഴയും കാറ്റും, വാർത്താ സമ്മേളനം വൈകി. ഇതല്ലേ കഴിഞ്ഞ 10 ദിവസം 9 ദിവസം കൊണ്ട് കാണുന്നത്. ഡ്രോൺ പറത്താൻ പ്രതിസന്ധി, 40 കിലോമീറ്റർ സ്പീഡ് കാറ്റടിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, പറത്താം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ പറയുന്നത് ഡ്രോൺ പറത്താൻ പ്രതിസന്ധി. സംഭവം എന്താണെന്ന് അറിയില്ല. അവർക്ക് പേടിയാണോ, ഇനിയും മണ്ണടിഞ്ഞു വീഴുമെന്നാണോ, അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ അറിയില്ല. ഞാൻ നിങ്ങളടുത്ത് പറയുക, മീൻസ് ഗൈസ്, ഉറപ്പായിട്ടും ഞാൻ പറയാം, കേരളത്തിലകത്താണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഇനി താഴെ മുതൽ ട്രിവാൻഡ്രം മുതൽ കോഴിക്കോട്, കാസർഗോഡ് ഇങ്ങോട്ട് അതുവരെയുള്ള ആൾക്കാർ വന്നിട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്യും, നമ്മൾ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് എന്തോ ഷിഫ്റ്റ് പോലെ ചെയ്യുന്നത് തോന്നുന്നുണ്ട് അല്ലേ? കാരണം 5 മണി കറക്റ്റ് 5 മണിയാകുമ്പോഴത്തേക്കും ഡ്രോൺ പറത്താൻ പ്രതിസന്ധി, പിന്നെ വന്നിട്ട് മഴയും കാറ്റും, ശക്തമായ അടിയൊഴുക്ക്. രാവിലെ പോലെ കാണിക്കുന്നുണ്ട്, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കാണിക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള അടിയൊഴുക്ക്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡൺ. പക്ഷേ ഇതെന്തോ രാവിലെ 10 മണിക്ക് കയറി കഴിഞ്ഞാൽ 5 മണിക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ 9 o'clock കയറി കഴിഞ്ഞാൽ 9 to 6 6 മണിക്ക് ഇറങ്ങണം. ആ ഒരു സെറ്റപ്പാണോ, ഷിഫ്റ്റാണോ എനിക്കറിയില്ല. ഞാൻ ആരെ കുറ്റം പറയുന്നതല്ല, അവരും ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് എൻ്റെ പിന്നിൽ വന്നിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതൊന്നും പോരാ, കുറച്ചുകൂടെ. ഓക്കെ, താങ്ക് യു.